ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ട്, സുഖമില്ലാതിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രശ്നം കേട്ടോ. സുഖമില്ലാതിരിക്കണോണ്ട് തന്നെ ഇന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ ഓൾറെഡി ഞാൻ എടുത്തു വെച്ച വീഡിയോ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊന്ന് വോയിസ് കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് പിന്നീട് തീരുമാനിച്ചുകൊണ്ട് ഇട്ട വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പം 2 ദിവസങ്ങളിലായിട്ട് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ 2 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു റെസിപ്പി മാത്രമേ ഉള്ളൂ 2 ദിവസത്തിൽ ഒരു ദിവസത്തെ എടുത്തത്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒരു ദിവസം തന്നെ എടുത്തതാണ് കേട്ടോ. ഒരു പൊട്ടാറ്റോ വെച്ചിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏതായാലും മുഴുവൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ നോമ്പ് തുടങ്ങിയതിന് ശേഷം പത്തിരിയും ഗീ റൈസും ബിരിയാണിയും ഒക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ നീർദോശ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മക്കൾക്ക് എത്രത്തോളം അത് ഇഷ്ടപ്പെടുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഒന്ന് ചേഞ്ച് ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ നീർദോശയും അതുപോലെ തന്നെ എഗ്ഗ് കറിയും ആണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് വേഗം ജോലികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഞാൻ വേറൊരു ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. പൊട്ടാറ്റോ ഞാനിപ്പോൾ ഒരു 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇനി ഒരു മസാല തയ്യാറാക്കണം. അതിന് മുന്നായിട്ട് ഈ പൊട്ടാറ്റോ ഞാൻ നമ്മുടെ മഞ്ഞൾ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള രൂപത്തിലുള്ള വെള്ളമാക്കിയിട്ട് 1 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് കടലപ്പൊടിയും 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളി വേണം കേട്ടോ. ചെറിയുള്ളി ഒരു 15 എണ്ണം ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം മതി, അല്ലെങ്കിൽ ഒരു 15 എണ്ണം എടുക്കാം കേട്ടോ. പിന്നെ 2 വലിയ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി കുറച്ച്, അത് 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല, 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും ചേർത്തിട്ട് മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടാറ്റോക്ക് ഒന്ന് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നല്ല ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഞാൻ നോമ്പ് വരുന്ന സമയത്ത് മാത്രമേ ഇത് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അല്ലാത്ത സമയങ്ങളിലൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത ഉടനെ തന്നെ കഴിക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുമല്ലോ. അപ്പോൾ നോമ്പിൻ്റെ തുറക്കണ ഒരു സമയമാകുമ്പോഴത്തേന് അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ കുറച്ച് കുറയും കേട്ടോ. നോമ്പല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് സമൂസ. അതും ഞാൻ വളരെ കുറച്ച് ഒരു 6-7 എണ്ണമൊക്കെ ഞാൻ പൊരിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അതും ഞാൻ ഈ പറഞ്ഞ ദിവസം അതായത് ഈ പൊട്ടാറ്റോ സ്നാക്ക് ഉണ്ടാക്കിയ അന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഞാനിതിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്ന ഒരു ദിവസം എടുത്തിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഇത് ഉന്നക്കായാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 2ാം നോമ്പിന് ഞാനിത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള പൊട്ടാറ്റോ സ്നാക്ക് ഉണ്ടല്ലോ, അതിൻ്റെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കുറച്ച് കടലപ്പൊടിയും കുറച്ച് മൈദയും ബാക്കി കുറച്ച് ഇങ്ങനെ മസാലകളൊക്കെ കുറച്ച് ചേർത്തിട്ട് നമ്മുടെ പക്കവട ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പക്കവട. കാരണം ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കണോണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ജ്യൂസ് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ജ്യൂസ് ഞാൻ ആപ്പിളാണ് കേട്ടോ ഇന്ന്
തയ്യാറാക്കാൻ പോകുന്നത്. ഇവിടെ അധികം ഇതുപോലുള്ള ഷെയ്ക്ക് പോലുള്ള അതായത് കട്ടിയുള്ള ജ്യൂസുകളൊന്നും നോമ്പ് തുറക്കുന്ന സമയത്ത് എനിക്കായാലും മക്കൾക്കായാലും ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്നും ഒരേ രൂപത്തിലുള്ള ജ്യൂസ് വേണ്ട വിചാരിച്ചിട്ടോ ഒന്ന് മാറ്റി പിടിക്കുക വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ആപ്പിളൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് നമ്മുടെ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ചതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നത് ഞാൻ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് പാല് ചേർക്കുന്നില്ല, അതുകൊണ്ട് പാൽ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. പാല് ചേർത്ത് നമ്മുടെ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഐസ് ക്യൂബ്സും. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ തുറക്കണ സമയത്ത് ഇനി എടുക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുട്ടക്കറിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ആ മസാല ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ആ മസാലയിലേക്ക് പിന്നെ ഞാൻ എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ അരച്ചിട്ട്, പച്ചത്തേങ്ങ തന്നെയാണ് കേട്ടോ, വറുത്തരച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ പച്ചത്തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നമ്മുടെ ചിക്കൻ കറിയല്ല എഗ്ഗ് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാണ് നമ്മളെ സ്നാക്ക്, നമ്മുടെ എഗ്ഗ് കറി. പിന്നെ ആപ്പിൾ ജ്യൂസാണ് കേട്ടോ. ആപ്പിൾ ജ്യൂസിലേക്ക് ഞാൻ കുറച്ച് സബ്ജ സീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 9ാമത്തെ നോമ്പിൻ്റെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അൽഹംദുലില്ലാ നമ്മൾ നോമ്പൊക്കെ തുറന്നു റാഹത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.